അത് നമ്മുടെ ഡിസ്നി മൂവി ആയിട്ടുള്ള മൂവിയാണ്. അതിപ്പോൾ അത് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അത് കാണാനുള്ള ഓഡിയൻസ് നമ്മുടെ ഇടയ്ക്കില്ല. ഇല്ല, നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല കൂടുതൽ. അതുകൊണ്ടാണ്. അപ്പം മൂവി നല്ലതാണ്, ആ ഒരു വൈബ് ആരും ഇത് എടുത്തിട്ടില്ല. അപ്പം അത് മേക്കിംഗ് നല്ലതായിരുന്നു അല്ലേ? നല്ലതാണ്. ഡയറക്ഷനൊക്കെ നല്ലതാണ്. അതിനുള്ള ഓഡിയൻസ് നമ്മുടെ ഇടയ്ക്കില്ല. ആ ഒരു കുഴപ്പമുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെടാ, താങ്ക് യു. ഓക്കെ. സിനിമ Nice. It's fantastic. You can come and see, especially the eve of Christmas. Might be this would be a mega business, mega Christmas for all. Happy Christmas to all. How is Laletan? Direction. He's a mass. Direction. Yeah, it's a fantastic. Everything is fantastic. Everything is fantastic. People can come and see, enjoy the movie, enjoy the Christmas with your family, and have a fun at this Mohanlal Chetta Theatre. Okay, thank you. First half ലാഗ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഡയറക്ഷൻ ബേസ് ഒക്കെ? ഡയറക്ഷൻ ബേസ് ഒക്കെ കൊള്ളാം. എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തേക്കും. ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ സിനിമ? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, അത്യാവശ്യം പോറാ. പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ചെയ്തോ സിനിമ? പിള്ളേർക്ക് പറ്റിയ ഒരു പടം, കുട്ടികൾക്ക് പറ്റിയ സിനിമയാണ്. ഡയറക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. പുതുമ എന്തെങ്കിലും തോന്നിയോ സിനിമ കണ്ടിട്ട്? അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. എന്നാലും പടം സാധാരണ ഉള്ളതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. പേടി കുട്ടിച്ചാത്തൻ പ്രതീക്ഷയാണോ വന്നത്? ഇല്ല, വ്യത്യസ്തമായി പുതിയൊരു സംഭവം കിട്ടും. ന്യൂജൻ ഫിലിം ആ ഒരു രീതി ഉദ്ദേശിച്ചാണ്. ക്യാമിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവസാനം കാണിച്ച ആളുടെ നല്ലായിരുന്നു. അത് കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ബാറോസ്? നല്ല സിനിമയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട്. എല്ലാ നടന്മാരെയും എല്ലാ നല്ല സിനിമകളും കാണും. പിന്നെ ഒരു ശകല ഇഷ്ടം മോഹൻലാലിനോടുണ്ട്. ആദ്യമായിട്ട് സംഭാവന ചെയ്ത സിനിമയായിട്ട് കാണാൻ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുതിർന്നവരിലും ഒരു കുട്ടി ഉണ്ടല്ലോ. ഇന്ന് വന്ന ഫസ്റ്റ് ഷോയിൽ കണ്ട് ഓൾമോസ്റ്റ് കുട്ടികളും അതിൻ്റെ കൂടെ വലിയ കുട്ടികളെയാണ് കണ്ടത്. നല്ല സിനിമയായിരുന്നു. 3D എക്സ്പീരിയൻസ് ആയാലും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയൊക്കെ കണക്ട് ആയോ? ലൈക്ക് ഇപ്പൊ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തോ? കാരണം ഇതിനകത്തെ 3D എഫക്റ്റ് ഒക്കെ ഇച്ചിരി കൂടെ നല്ലൊരു പുതിയ ഒരു മോഡേൺ ടെക്നോളജിയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് കണക്ട് ആയി കഥയൊക്കെ. അപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ രീതി ഉണ്ടല്ലോ സിനിമ പറയുന്നത്. അപ്പം ആ സിനിമയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ ഒരു എങ്ങനായൊരു ഗോസ്റ്റായി അതിനപ്പം ആ ഒരു കുട്ടി ആ ഗോസ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ്, പിന്നെ പ്രത്യേകിച്ച് ഇൻ്റർവെൽ മുമ്പ് കുറച്ച് നേരവും പിന്നെ ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂർ ആ ഒരു കുട്ടി അത് നേരത്തെ ഗോസ്റ്റ് ട്രഷർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല, പിന്നീട് അതിലേക്ക് കുട്ടി വന്നുപെടുകയാണ്. അങ്ങനെ മോഹൻലാലിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാമോ? ഇതിപ്പം ഒരു ഫാൻസിന് വേണ്ടിയുള്ള ഒരു പടമല്ലല്ലോ. മോഹൻലാലിന്റെ ഫൈറ്റോ ഫാന്റസി മൂവി അല്ലേ? ഫാന്റസി സയൻസ് ഫിക്ഷൻ. ഇപ്പം ഒരു ഫാൻസിന് വേണ്ടി ഫൈറ്റോ സോങ്ങോ ഡാൻസോ അങ്ങനെയുള്ള ഒരു സ്റ്റോറി അല്ലല്ലോ. ഇത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടൊരു സ്റ്റോറിയാണ്. നമ്മളൊരു ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ഷനൊക്കെ നല്ലതായിരുന്നു. ഡയറക്ഷനും എല്ലാം നല്ലതായിരുന്നു. പിന്നെ നേരത്തെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പാട്ടുകളൊക്കെ മോഹൻലാൽ പാടിയപ്പോൾ അത് സിങ്ക് ആയില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഫിലിമിൽ വന്നപ്പോൾ ആ ഒരു മനമേ എന്നുള്ള സോങ് അത് ആക്ച്വലി അവിടെ ഇരിക്കുന്നവർക്ക് മോഹൻലാലിനെ ആ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റും. ഗോസ്റ്റ് ആ ഒരു കുട്ടിക്ക് ബാക്കപ്പ് ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ അത് സിനിമ കറക്റ്റ് ആയിട്ട് അത് വന്നു. മൊത്തത്തിൽ ഓവറോൾ സിനിമ നല്ല സിനിമ. ഓക്കെ.